ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സങ്കടമുള്ള ദിവസമാണ് നമുക്ക്. ചേട്ടൻ്റെ 2 മാസത്തെ ലീവ് കഴിഞ്ഞ് ചേട്ടൻ തിരികെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല പുലർച്ചെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ചേച്ചിമാർ, ചേട്ടന്മാർ, മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ റെഡിയായി. എല്ലാവരും എയർപോർട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛനെ കൊണ്ടുവന്നാക്കാനായിട്ട്. അച്ഛന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിലേക്ക് പുറത്ത് പോകാനിറങ്ങിയപ്പോഴും ആരെ ഫേസിലേക്കൊന്നും നോക്കുന്നില്ല. നല്ല സങ്കടമുണ്ട്. എല്ലാവരും വണ്ടിയിൽ കയറി. അങ്ങനെ ഒരു 6:45 ഞങ്ങൾ എയർപോർട്ടിലെത്തി. അവിടെ എത്തി കുറച്ച് നേരം മക്കളായിട്ട് കളിച്ചു. അവർ എന്തോ അതിശയമായിട്ട് കുഞ്ഞാൾ ഇരിക്കുന്നുണ്ട്. എന്താ ഒരു പിടുത്തം കിട്ടില്ല. എല്ലാവരും എവിടെയോ പോകും എന്നുള്ളൊരു ഇതിലാണ് ഉണ്ണി ഇരിക്കണത്. അങ്ങനെ അച്ഛൻ ലാസ്റ്റ് കയറാൻ വേണ്ടി പോവാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. മോളോടും അമ്മയോടും അച്ഛനോടും എല്ലാവരും യാത്ര പറഞ്ഞു. പൊന്നാണെങ്കിൽ അപ്പോൾ നല്ല കരച്ചിലായിരുന്നു. ഇത്രയും ദിവസം അച്ഛനായിട്ട് നല്ല വഴക്കായിരുന്നു. തല്ലുപിടുത്തവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് അവൾ കരഞ്ഞു പോയി. ചെറുതിന് ഇത്ര മനസ്സിലായിട്ടില്ല. ആളെന്തോ പകച്ച് നിൽക്കുകയാണ് ഉണ്ണി. എടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഇത്ര ദിവസം അച്ഛാന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന ആൾ ഇന്നത്തെ ഒരു ദിവസം അച്ഛനെടുക്കാൻ സമ്മതിച്ചില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അങ്ങനെ അച്ഛന് കുറേ നേരം ഉണ്ണിനെ നോക്കി നിന്നു. ഉണ്ണിനെ കണ്ട് കൊതി തീരുമ്പോഴത്തേനും പോകേണ്ടി വന്നു. 2 മാസം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് 2 മാസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വിഷമമുണ്ട്. യാത്ര പറഞ്ഞിട്ടും എന്താ പറയുക, യാത്ര പറഞ്ഞിട്ടും മതി ആവണില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. തിരികെ പോവണം. എല്ലാവരോടും ടാറ്റ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടോ. ഒന്നും കൂടി മക്കളെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്ന്. അപ്പോൾ പൊന്നു ഓടി ചെന്ന് അച്ഛൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറുതും ഓടി ചെന്നു അച്ഛൻ്റെ അടുത്തേക്ക്. ചെറുതും ഉണ്ണിനെ എടുത്തു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ വിമാനത്തിൽ കയറി എന്ന് പറഞ്ഞു. ആ കിടക്കുന്ന വിമാനത്തിൽ കയറി ഇരുന്നു. വിമാനം പോണവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ ചാരിക്കുട്ടി അവിടെ കിടന്ന് അച്ചാന്ന് വിളിക്കുന്നുണ്ട്. അച്ഛനെവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ അച്ഛനെ ഫ്ലൈറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും അച്ചാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തു. ഫ്ലൈറ്റ് മൂവ് ചെയ്ത സമയത്ത് നെഞ്ചിടിപ്പ് പോലെയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് തിരികെ പോയി അച്ഛൻ. ഞങ്ങൾ ഫ്ലൈറ്റ് പൊന്തണ വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കി നിന്നു. ഫ്ലൈറ്റ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും നല്ല വിഷമമായി പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എയർപോർട്ടിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.